ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന വിഷയം അന്നദ്വാലിൽ അംവാതി യൻഫഉഹും വയസ്ലുഹുമുസ് സവാബ്. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയും മറ്റു സ്വതക്കകളുമൊക്കെ അതിൻ്റെ പ്രതിഫലം അവർക്കിലേക്ക് ചേരും, അതിൻ്റെ സവാബ് അവരിലേക്ക് ചേരുകയും അതുകൊണ്ട് അവർക്ക് ഉപകാരം ലഭിക്കുകയും ചെയ്യുമെന്ന വിഷയത്തിൻ്റെ മേലിൽ പണ്ഡിതന്മാരായ ഒരുപാട് ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന വിഷയം ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു ഷറഫ് എന്നവരുടെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കുന്നത്. അതിന് തെളിവായിട്ട് മഹാത്മാക്കളായ ആളുകൾ പറയുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ വല്ലദീന ജാഊ മിൻ ബഅദിഹി യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് ശേഷം പിന്തുടർന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി പറയും, യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പൊറുക്കണമേ. അതുപോലെ തന്നെ വലിയ ഇഖ്വാനിനല്ലദീന സബഖൂന, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പൊറുക്കണമേ. എന്തുകൊണ്ട് കഴിഞ്ഞു പോയി? ബിൽ ഈമാനി, വിശ്വാസത്തോടുകൂടെ ജീവിച്ച് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾക്കും പൊറുക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്ന് ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, നമ്മളൊക്കെ ദുആ ചെയ്യുന്നതും അവർക്ക് വേണ്ടി നാം ചെയ്യുന്ന സ്വതക്കകളുമൊക്കെ അവരിലേക്ക് ചേരുകയും അതിൻ്റെ സവാബ് അവർക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന്. അഫിൽ അഹാദീസിൽ മഷ്ഹൂറത്തി, അറിയപ്പെട്ട പല ഹദീസുകളിലും നമുക്ക് കാണാം, ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി, അല്ലാഹുമ്മ ഗ്ഫിർ അഹ്ലി ബഖീൽ ഗർഖദ്, ബഖീൽ ഗർഖദിന്റെ അഹ്ലുകാർക്ക് അല്ലാഹുവേ നീ പൊറുക്കണമേ എന്ന് മഷ്ഹൂറായ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് നിന്നിലേക്ക് ചേർന്നവർക്കും നീ മാഫ് നൽകണമേ എന്ന് തിരു ഹദീസുകളിൽ കാണുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ മുമ്പേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുന്ന സ്വതക്കകളുമൊക്കെ അവരിലേക്ക് ചേരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സഹാബത്തും നബിതങ്ങളും ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അനസ് റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല, മഹാനവർ പറയുകയാണ്, മർറൂ ബി ജനാസത്തിൻ ഫഅസ്നു അലൈഹാ ഖൈറൻ, ഒരു ജനാസയുടെ അരികിലൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആ മരിച്ച മയ്യത്തിനെ കുറിച്ച്, ജനാസയെക്കുറിച്ച് ഖൈറ് പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്, അദ്ദേഹത്തിന് നിർബന്ധമായി. സുമ്മ മറൂ ബി ഉഖ്റ ഫഅസ്നു അലൈഹാ ശർറൻ, അത് പിന്നീട് മറ്റൊരു മയ്യത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചു. ഫഖാല വജബത്ത്, അപ്പോഴും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്ത്, എന്താണ് നിർബന്ധമായത് എന്ന്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മൊഴിയുകയാണ്, ഹാദാ അസ്നൈതും അലൈഹി ഖൈറൻ ഫവജബത് ലഹുൽ ജന്നത്തു, നിങ്ങൾ ഈ ജനാസയെക്കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി. വാദാ അസ്നൈതും അലൈഹി ശർറൻ ഫവജബത് ലഹുൻ നാറു, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു മയ്യത്തിനെ കുറിച്ച് ഷർറ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നരകവും നിർബന്ധമായി. അതിന് കാരണം അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർളി,
നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ള ശുഹദാക്കളാണ്, സാക്ഷികളാണ്. ഫിൽ അർളി, ഈ ഭൂമിയിൽ നിങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷികളായിട്ടുള്ളത്. അപ്പോൾ നാമൊക്കെ മരിച്ച ആളുകളെക്കുറിച്ച് ഖൈറ് പറയുമ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിന് സ്വർഗം നൽകുമെന്നും, നമ്മൾ മരിച്ചുപോയവരെ കുറിച്ച് തിന്മ പറയുമ്പോൾ അവർക്ക് നരകം നൽകുമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ് മനസ്സിലാക്കാനും ഖൈറായ ജീവിതം നയിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു സ്വർഗലോകത്ത് വലിയ ദർജ നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, നമുക്ക് ജീവിക്കാൻ മറ്റു പല സൗകര്യങ്ങളും ചെയ്തു തന്ന ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞു. അവർക്കൊക്കെ അല്ലാഹു തആല സ്വർഗലോകത്ത് വലിയ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്കും അവർക്കും സ്വർഗലോകത്ത് ഹബീബിന്റെ ചാരത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.